ഇന്ന് നമ്മുടെ 145-ാമത്തെ എപ്പിസോഡാണ്. ഒരു 2 മാസമായിട്ട് ഫേസ്ബുക്കിലൊന്നും ശ്രദ്ധിക്കാൻ പറ്റിയില്ല. കാരണം എൻ്റെ കയ്യിൽ കുറച്ച് ആൻഡ്രോയിഡ് ഫോണ് ഇല്ലാതെ പോയി. അതുകൊണ്ട് തന്നെ ഈ എപ്പിസോഡ് അതേക്കുറിച്ച് തന്നെ ആകട്ടെ. എനിക്ക് 2 ഫേസ്ബുക്ക് ചാനലാണുള്ളത്. ഒന്ന് ജോയ്സൺ മേലേട്ടെന്ന് പറഞ്ഞ്, ഒന്ന് ജോയ്സൺ എം മേലേട്ടെന്ന് പറഞ്ഞ് 2 ഫേസ്ബുക്കാണ്. അത് ഇപ്പം ഉപയോഗിക്കുന്ന എനിക്ക് റിട്ടേൺ ഉള്ളതാണ്. എനിക്ക് അതിൽ നിന്ന് റിട്ടേൺ ഏണിങ്സ് ഉള്ള ഒരു ചാനലാണ്. മറ്റേ ജോയ്സൺ മേലേട്ടെന്നുള്ളതിൽ ഞാൻ കഴിഞ്ഞ ദിവസം വേറെ ഒരു ഇതിലെടുത്ത് നോക്കിയപ്പം അതിനകത്ത് ഞാൻ എന്നെപ്പോലെ ഒരാൾ, ഞാനൊരു ഒന്നുമല്ല, എൻ്റെ ഫേസ്ബുക്കിൻ്റെ ടെസ്ലയുടെ വരെ പുതിയ മൊബൈലിൻ്റെ പരസ്യത്തിനകത്ത് നടക്കുന്നു. ഒരുപാട് പരസ്യങ്ങൾ എനിക്കതെടുത്ത് കാണാനൊക്കില്ല. മറ്റുള്ള മൊബൈലിലൊക്കെ നോക്കുമ്പോഴത്തേനും അത് കാണാൻ പറ്റുന്നുണ്ട്. അപ്പം അത്രയും പരസ്യങ്ങൾ, അതെല്ലാം നിങ്ങൾ വിചാരിക്കുന്നത് പ്രതിസന്ധികളിലൂടെ തന്നെയാണ് നമ്മൾ പോകുന്നത്. നിങ്ങളതുകൊണ്ട് ഒന്നും നിങ്ങൾക്ക് ഈ മൈനസ് മാർക്ക് വീണമെന്നും പറഞ്ഞ് നിങ്ങളത് ഉപേക്ഷിച്ച് കളയരുത്. ഒന്ന്, അതുപോലെ തന്നെ ഇന്നൊരു ഐഡിയ, ഒരു ടിപ്പും കൂടെ പറയാനാണ് ഞാൻ ഫേസ്ബുക്കിനെ കുറിച്ച് ചാനൽ ചെയ്യുന്നത്. നിങ്ങളെ ചീറ്റ് ചെയ്യുന്ന ഫേസ്ബുക്ക് ഫ്രണ്ട്, അതായത് ബോയ് ഫ്രണ്ടോ ഗേൾ ഫ്രണ്ടോ ആയിക്കോട്ടെ, അത് കണ്ടുപിടിക്കാനൊരു ചെറിയൊരു ഐഡിയ പറഞ്ഞുതരാം. നിങ്ങളുടെ ഒരു ഫേസ്ബുക്ക് ഫ്രണ്ട് ആണോ പെണ്ണായിക്കോട്ടെ, അദ്ദേഹത്തിന് ഇട്ടേക്കുന്ന ഒരു പോസ്റ്റിൽ അതിൻ്റെ അടിയിലൊരു കമൻറ്റ് വരിക, ആളുകൾ ചിഹ്നമോ ഹായിയോ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ആ ഫ്രണ്ട് നിങ്ങളുടെയും കൂടെ, അത് മ്യൂച്വൽ ഫ്രണ്ട് അല്ലാതെ ഒരു കോമൺ ഫ്രണ്ടായാണെങ്കിൽ അത് നിങ്ങൾക്ക് അറിയാനൊക്കും. നിങ്ങളതിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്കൊരു എന്തെങ്കിലും ഒരു കൈയുടെ ഒരു തമ്പപ്പിന്നോ എന്തെങ്കിലും എന്തെങ്കിലും ഇട്ടിട്ടുണ്ടെങ്കിൽ ഇവർ റിപ്ലൈ കൊടുത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ഒരു ഗേൾ ഫ്രണ്ട് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു കമ്പി ആയിക്കോട്ടെ, ഇവർ റിപ്ലൈ കൊടുത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. കാരണം എന്താ, ആ റിപ്ലൈ ചെയ്തില്ല നിങ്ങൾ നീറ്റാന്ന് വിചാരിക്കും. പക്ഷേ നിങ്ങൾ അന്നേരം അത് ഇപ്പോൾ ഉദാഹരണത്തിന് ഈ പെൺകുട്ടിയുടെ ഇതിട്ടേക്കുന്ന സുധി എന്നും പറഞ്ഞ് ഒരാളാണെന്നിരിക്കട്ടെ, നിങ്ങൾ പറഞ്ഞാൽ സുധിയുടെ ഇത് ക്ലിക്ക് ചെയ്യുക ഫേസ്ബുക്ക്, എന്നിട്ട് അവരുടെ മെസ്സഞ്ചർ എടുക്കുക. അപ്പം കറക്റ്റായിട്ട് നിങ്ങൾക്കത് അവർ റിപ്ലൈ സെക്കൻഡുകൾക്കകം മെസ്സഞ്ചറിൽ കൊടുത്തിരിക്കും. അതായത് ഫേസ്ബുക്കിൽ അവർ റിപ്ലൈ കൊടുക്കില്ല, പക്ഷേ അവർ അന്നേരം റിപ്ലൈ ഈ സുധി എന്നും പറഞ്ഞ ആൾക്ക്, ഇപ്പോൾ ശാലിനി എന്ന് പറഞ്ഞ പെൺകുട്ടിയാണ്, അവർ മെസ്സഞ്ചറിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കോണ്ടാക്ട് ചെയ്തു. ഈ പെൺകുട്ടി മെസ്സഞ്ചറിലായതുകൊണ്ട് സ്വകാര്യതയാണെന്നറിയാം, പബ്ലിക്കിലത് പോസ്റ്റ് ചെയ്തില്ല അവരത്. അപ്പം അത് നിങ്ങൾ സ്വാഭാവികമായിട്ട് നിങ്ങൾ മെസ്സഞ്ചറിൽ ഇവർ തമ്മിൽ സെക്കൻഡുകൾക്കകം കോണ്ടാക്ട് ചെയ്ത് റിപ്ലൈ കൊടുത്തിരിക്കും. അവർ തമ്മിൽ മെസ്സഞ്ചറിൽ ആ സംഭാഷണം എന്താണെന്ന് നമുക്കറിയാനൊക്കില്ല. കാരണം ആ പെണ്ണിനോട് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ പറയും, നിങ്ങൾക്ക് എന്നെ വിശ്വാസമില്ലല്ലേ, എന്നെ ഇത്രയുള്ള വിശ്വാസം ഈ 2 വാക്ക് ആണിനോടാണെങ്കിൽ, അവൾ കുറേ എല്ലാ പെണ്ണായി മെസ്സഞ്ചറിൽ കോണ്ടാക്ട്, അവൾ കുറേ നാളായി സുഖം തുടങ്ങിയിട്ട്, പിന്നെ ഞാനും കളിപ്പിക്കാനായിട്ട് നിനക്കറിയാലോ എന്ന് പറഞ്ഞ് അവനും ഒഴിവാകും. അവൾ നിനക്കെന്നെ വിശ്വാസമില്ല എന്നും പറഞ്ഞു ഒഴിവാകും. ഇത് നിങ്ങളെ ഏകദേശം ചീറ്റ് ചെയ്യുന്ന ഫേസ്ബുക്ക് ഫ്രണ്ട്സ് അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത ഫ്രണ്ട്സ് ചെയ്യുന്ന ഒരു ട്രിക്കാണ്. അവർ കറക്റ്റ് മെസ്സഞ്ചറിൽ, ഇല്ലെങ്കിൽ അവർ വാട്സപ്പിൽ ഇത് കൊടുക്കും. വാട്സപ്പും ഒക്കെ സർക്കാർ ഹാക്ക് ചെയ്യുന്നുണ്ട്. കാരണം വാട്സപ്പൊക്കെ ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്ന ഒരു അവസ്ഥയൊക്കെ വന്നതുകൊണ്ട് ഇപ്പോൾ ഞാൻ നേരത്തെ ഒരു ഇതിട്ടിരുന്നില്ല, നമ്മൾ ഇന്ത്യക്ക് വേണ്ടിയിട്ട് സ്വന്തമായിട്ട് ഫേസ്ബുക്ക് പോലെ എന്തെങ്കിലുമൊക്കെ യൂട്യൂബ് പോലെ എന്തെങ്കിലും തുടങ്ങണം. പക്ഷേ ഇന്ത്യ സ്വന്തമായി വാട്സപ്പ് കണ്ടുപിടിച്ചിരിക്കുന്നു. അത് പ്രാപ്തിയായിട്ടില്ല, അത് ഉടനെ വരും, അതിൽ സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ഇവർ ടെലഗ്രാം എന്നും പറഞ്ഞൊരു ഇതുണ്ട്, അതിനകത്ത് സ്വകാര്യത ഒരുപാടാണ്. അവരുടനെ സ്വകാര്യതയിൽ അവർ ടെലഗ്രാമിൽ കോണ്ടാക്ട് ചെയ്യും. ഇത്രയും അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഇതൊരു ഫാക്റ്റാണ് കേട്ടോ. ഇത് നിങ്ങൾ മനസ്സിലാക്കുക. അങ്ങനെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ. അങ്ങനെ ഒരു ചെറിയ ടിപ്പ്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെ ഇത്രയും നേരത്തെ ഗ്യാപ്പ്, ഞാൻ കുറച്ച് ആൾ എറണാകുളത്തായിരുന്നു. നമുക്കൊരു പ്രൊജക്റ്റിൻ്റെ ഇതുമായിട്ട് അവർ തന്നെ എല്ലാം ഡീലിങ്സ് എല്ലാം നടത്തി അതിന് വേണ്ടി പോയിരുന്നതാണ്. അവിടെ ആയിരുന്നു കുറച്ചാൾ. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡിന് എല്ലാവരും പഴയ പോലെ തന്നെ എനിക്ക് സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു.